ഡിവോഴ്സോ, കുട്ടികൾ ഓർത്തിട്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയിക്കൂടെ എന്നൊക്കെ പറയണവരുണ്ട്. അങ്ങനെയൊക്കെ പറയണവർക്ക് അങ്ങനെ പറയാന്നേ ഉള്ളൂ. ഡിവോഴ്സ് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്, ശരിയാണ്. പക്ഷേ ഡിവോഴ്സ് ചെയ്യണം അല്ലെങ്കിൽ പിരിയണം എന്നുള്ളിടത്ത് പിരിഞ്ഞല്ലേ പറ്റൂ. പിരിയുന്നതാണ് ഏറ്റവും ബെറ്റർ എങ്കിൽ ആ ഒരു സജഷൻ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ തള്ളി വിട്ടിട്ട് മക്കളെ ആലോചിച്ചിട്ടും അതുപോലെ സമൂഹത്തിനെ ഓർത്തിട്ടും ഫാമിലി കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടും തള്ളി വിട്ട എന്ന് പല സ്ത്രീകളുടെ അവസ്ഥകൾ, ഒന്നെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായി മരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിനേക്കാളും ബെറ്റർ പിരിഞ്ഞ് അവരവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ആരും ആർക്ക് വേണ്ടിയിട്ടും ജീവിതം ത്യജിക്കാനുള്ളതല്ല. അത് കുട്ടികൾക്കായാലും കുടുംബത്തിനായാലും. വിവാഹം എന്നുള്ളത് പവിത്രമാണ്. അതുപോലെ തന്നെ ഡിവോഴ്സ് എന്നുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യവുമാണ്. പക്ഷെ എന്ന് കരുതി ഡിവോഴ്സ് ചെയ്യുന്നതെല്ലാം ഒരു പാപമാണ് നമുക്ക് പറഞ്ഞുകൂടാ. കാരണം എല്ലാത്തിനും ഒരു പ്രയാസത്തിനൊരു ആയാസമുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ എന്ത് ബുദ്ധിമുട്ടിനും അതിനൊരു പരിഹാരമുണ്ട്. ആ ഒരു പരിഹാരമായിരിക്കാം ചിലപ്പോൾ ജീവിതത്തിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം. അതുപോലെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്കുള്ള ഒരു പരിഹാരം എന്നോണം പല സ്ത്രീകളും അതൊന്ന് എടുക്കാൻ ഭയപ്പെടുന്നവരുണ്ട്. ഒരുമിച്ച് ജീവിച്ചിട്ട് കുട്ടികൾ ഈ അടിയും കുത്തും വഴക്കും ബഹളവുമാണ് കേൾക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ഈ കുട്ടികൾക്ക് നല്ലൊരു ജീവിതം കാണിച്ചു കൊടുക്കും? കുട്ടികളുടെ ബെറ്റർ ലൈഫാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാത്ത പാർട്ട്നേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആവുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട കെയറും കാര്യങ്ങളൊക്കെ രണ്ടറ്റത്ത് നിന്ന് കൊടുക്കാമല്ലോ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡിവോഴ്സ് ചെയ്താലും ഉമ്മ ആവാണ്ടിരിക്കുന്നില്ല, ഉപ്പ ആവാണ്ടിരിക്കുന്നില്ല. അപ്പം വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ടറ്റത്ത് നിന്ന് നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ആരുടെ കൂടെയാണ് കുട്ടികൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് കുട്ടികളെ കെയർ ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് കുട്ടികളുടെ കാര്യങ്ങൾ വിട്ടുകൊടുത്തിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ മാറി നിന്നിട്ടായാലും കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ലൈഫും സെറ്റാവും, അവർ ഹാപ്പി ആവും എന്നുള്ള അത് 100% കുട്ടികളെന്ന് കരുതിയിട്ട് ഈ അടിയും വഴക്കും വക്കാണുമായിട്ട് ജീവിച്ചിട്ട് കുട്ടികളുടെ ലൈഫ് സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ ലൈഫ് സെറ്റാക്കാനാണ് ഇവർ ഈ പറയുന്നതെന്ന് അറിയില്ല. എന്നിട്ട് വല്ല ദുരന്തത്തിലും ചെന്ന് അവസാനിക്കും. ഇപ്പോഴും ഈ പറഞ്ഞ ആളുകൾ തന്നെ പറഞ്ഞു, വേറെ എന്തൊക്കെയോ വഴിയുണ്ടായിരുന്നു അവൻക്ക് എന്നൊക്കെ. അപ്പോൾ എന്ത് കാര്യങ്ങളായാലും അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു ടൈമിങ്ങിൽ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഒരു പക്വമായിട്ടുള്ള കാര്യമാണ്. അത് ഡിവോഴ്സ് ആയാലും മാരേജ് ആയാലും എന്തെന്നെ ആയാലും നമുക്ക് എന്താണ് ഹെൽത്തി ആയിട്ടുള്ളത് അത് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. എല്ലാവരോടും നമുക്ക് അഭിപ്രായം ചോദിക്കാം, പക്ഷേ തീരുമാനം നമ്മളുടേതായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഗ്രോത്ത് യുവർ മൈൻഡ്, ചേഞ്ച് യുവർ ലൈഫ്. ബൈ.